കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്ന് 2024 ആഗസ്റ്റ് 26 ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നു. എന്താണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി? ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത്. ഗുരുവായൂരും മറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഇത് വളരെ ആഘോഷപൂർവമായി ശോഭായാത്രയോടുകൂടി ഉറിയടി തുടങ്ങിയ അനേകം കളികളിലൂടെ ഭഗവാന്റെ ആ ദിവ്യ അവതാരം നാം ആഘോഷിക്കുന്നു. എപ്പോഴാണ് ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചത്? ചിങ്ങമാസത്തിൽ അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരത്തിൽ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. ഈ ദിവസമാണ് ജന്മാഷ്ടമിയായി നാം ആഘോഷിക്കുന്നത്. എവിടെയാണ് ഭഗവാൻ ജനിച്ചത്? ഉത്തർപ്രദേശിലെ മധുരയിൽ കംസന്റെ കൽത്തുറുങ്കിൽ ദേവകി വസുദേവരുടെ പുത്രനായി ഭഗവാൻ അവതരിക്കുന്നു. എല്ലാവിധ വൈഷ്ണവ ചിഹ്നത്തോടുകൂടിയാണ്, 4 കൈകളോടുകൂടിയാണ് ഭഗവാൻ അവതരിച്ചത്. കംസന്റെ കൽത്തുറുങ്കിലാണ് അവതരിച്ചതെന്ന് പറഞ്ഞു. ആരാണ് ഈ കംസൻ എന്ന് പറയുന്നത്? ആരാണോ ഈ ശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കുന്നത്, അതിനെ മുൻനിർത്തി എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത്, അവനാണ് കംസൻ. അപ്പം അങ്ങനെ നോക്കിയാൽ നാം ഓരോരുത്തരും കംസന്മാർ തന്നെയാണ്. ശരീരാഭിമാനികളായ ഏതൊരുത്തനെയും കംസൻ എന്ന് വിളിക്കാം. അവൻ്റെ ഹൃദയം ആണ്, അല്ലെങ്കിൽ അന്ധകരണമാണ് കാരാഗ്രഹം എന്ന് പറയുന്നത്. ആ കാരാഗ്രഹത്തിലാണ് ഭഗവാൻ അവതരിക്കേണ്ടത്. അത് ശുദ്ധമായാൽ മാത്രമേ ഭഗവാൻ അവിടെ അവതരിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ഹൃദയത്തിലെ അല്ലെങ്കിൽ അന്ധകരണത്തിലെ അശുദ്ധി എന്ന് പറയുന്നത്? കാമ, ക്രോധ, മോഹ, ലോഭ, മത, മാത്സര്യം തുടങ്ങിയ മാലിന്യങ്ങൾ അന്ധകരണത്തിലുണ്ട്. അത് നീങ്ങി ഭക്തി, ജ്ഞാന, വൈരാഗ്യം കൊണ്ട് ആ ഹൃദയം അല്ലെങ്കിൽ അന്ധകരണം നിറഞ്ഞാൽ മാത്രമേ ഭഗവാൻ അവിടെ അവതരിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും അന്ധകരണത്തിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ടല്ലോ. പിന്നെ ഇത് പറയുന്നത് കൊണ്ടുള്ള യുക്തി എന്താണ്? ഭഗവത്ഗീതയിലും ഭഗവാൻ പറയും, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയാന്തർഭാഗത്ത് ഭഗവാൻ വസിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ഇങ്ങനെ പറയുന്നത് എന്താണ്? അപ്പോൾ ഓരോ വ്യക്തിയിലും ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അവന് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ജീവിക്കുന്നതും ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. ആ ഭഗവാന്റെ ചൈതന്യം അങ്ങ് പോയാലോ നാം മരിച്ചു എന്ന് പറയും. ആ വ്യക്തിയെ പിന്നെ പേര് പറഞ്ഞ് വിളിക്കുകയില്ല. അത് പ്രേതമെന്നോ ശവമെന്നോ ബോഡി എന്നോ പറയുള്ളൂ. അപ്പോൾ ആ ഭഗവാൻ ചൈതന്യമുള്ളത് കൊണ്ടാണ് അവനെ പേര് പറഞ്ഞ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അവൻ കർമ്മങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജീവിക്കുന്നത്. എന്നാൽ എത്ര പേർ ഭഗവാൻ ഉള്ളിലുണ്ടെന്ന് ആ ചൈതന്യത്തെ അറിയുന്നു, അനുഭവിക്കുന്നു? പലരും അറിയുന്നില്ല. എന്തുകൊണ്ടാണ് അറിയാത്തത്? അതിനൊരു ഉദാഹരണം പറയാം. ഒരു ചിമ്മിനി വിളക്ക്
ഗ്ലാസ്സൊക്കെയുള്ള ഒരു ചിമ്മിനി വിളക്ക്, അല്ലെങ്കിൽ പണ്ടത്തെ അരക്കൻ ലാമ്പെന്ന് പറയും. അപ്പോൾ അതിൽ ദീപം കത്തിക്കൊണ്ടിരുന്നാലും ചിലപ്പോൾ പ്രകാശം വെളിയിൽ വരികയില്ല. കാരണം കുറേ കാലം കൊണ്ട് ആ ഗ്ലാസ്സിനെ തുടയ്ക്കാതിരുന്നാൽ അതിൽ കരി പുരണ്ടിരിക്കും. അപ്പോൾ ആ പ്രകാശം പുറത്തേക്ക് വരികയില്ല. ഇപ്പം നമ്മൾ ഗ്ലാസ്സിനെ തുടച്ച് മിനുക്കി വെച്ചാലോ ആ പ്രകാശം പുറത്ത് വരും. അതുപോലെയാണ് നമ്മുടെ അന്ധകരണവും. നമ്മുടെ അന്ധകരണത്തിലും കരി പിടിച്ചിരിക്കുകയാണ്. ഏത് കരി? കാമം, ക്രോധ, മോഹലോഭ, മത, മാത്സര്യങ്ങൾ എന്നീ കരികൾ പിടിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെ തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ മാത്രമേ ആ ദീപത്തിൽ, ആ ചിമ്മിനിയിൽ പ്രകാശം വെളിയിൽ വരുന്നത് പോലെ ആ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ അതിനെ തുടച്ച് മിനുക്കും? അത് ആ ഭക്തി, ഭഗവാനിലുള്ള പരമമായ പ്രേമം, ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ, അല്ലെങ്കിൽ നാമസങ്കീർത്തനം, ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് ക്രമേണ ഈ അഴുക്കുകളെ ഇല്ലാതെയാക്കി വരണം. അപ്പോൾ ഭക്തി വർദ്ധിക്കുമ്പോൾ ജ്ഞാനമുണ്ടാകും, വൈരാഗ്യവും ഉണ്ടാകും. അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യം ആകും. ഇനി എപ്പോഴാണ് ഭഗവാൻ അവതരിക്കുന്നത്? അത് ഭഗവത്ഗീതയിൽ പറയും. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോഴാണോ ധർമ്മത്തിന് കോട്ടവും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നത്, അപ്പോൾ ഭഗവാൻ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ദുർജനങ്ങളെ ഇല്ലാതാക്കുന്നതിനും ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനുമായി യുഗം തോറും അവതാരം എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഭഗവാൻ അവതാരമെടുത്തു. ദ്വാപര യുഗത്തിലാണ് അവതാരം എടുത്തത്. അപ്പോൾ എപ്പോഴാണ്? അസുര രാജാക്കന്മാരുടെ ഭരണം കൊണ്ട് ദുഃഖിതയായി തീർന്ന ഭൂമിദേവി ഗോരൂപം കൊണ്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവ് ഭൂമിയും ദേവന്മാരും ഒടൊത്ത് വിഷ്ണുവിൻ്റെ അടുത്തെത്തുന്നു. ബ്രഹ്മാവ് വിഷ്ണുവിനെ പുരുഷ സൂക്തം കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ വിഷ്ണു പ്രസന്നനായി വിഷ്ണു പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ യദുകുലത്തിൽ അവതരിക്കും. ദേവാംഗനമാരെല്ലാം എന്നെ സഹായിക്കാൻ അവിടെ അവതരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ യദുവംശത്തിൽ ദേവകി വസുദേവന്മാരുടെ 8ാമത്തെ പുത്രനായി അവതരിക്കുന്നു. ഭഗവാന്റെ ചിങ്ങമാസത്തിലെ അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിലായിരുന്നു. ആ അവതാര സമയത്ത് പ്രകൃതി പ്രസന്നമായി, ആകാശം മേഘാവൃതമായി, വർഷ ഋതുവിൻ്റെ വിലാസം എങ്ങും വ്യാപിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ശാന്തങ്ങളായി സ്വസ്ഥാനങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്തു. ജലാശയങ്ങളിൽ സ്വച്ഛ ജലമൊഴുകി, വായുവിൽ സുഗന്ധം വ്യാപിച്ചു. കൃഷ്ണാവതാരം സുഖസമൃദ്ധിയും ദുഃഖനാശത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭഗവാൻ അവതരിച്ചപ്പോൾ ഭഗവാന്റെ പ്രേരണയാൽ വസുദേവൻ എന്ത് ചെയ്തു? ഭഗവാനെ കൊണ്ടുവന്ന് ഗോകുലത്തിൽ യശോദ പ്രസവിച്ച് കിടക്കുകയാണ്. യശോദയുടെ അടുത്ത് കിടത്തിയിട്ട് യശോദ പ്രസവിച്ച യോഗമായ ദേവിയും കൊണ്ട് തിരിച്ച് കംസന്റെ കൽത്തുറുങ്കിൽ എത്തുന്നു. അതുവരെയും ഭഗവാന്റെ മായാമോഹത്തിൽപ്പെട്ട് കിടന്നിരുന്ന ആ കാവൽക്കാരെല്ലാം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഉണരുന്നു. അവർ കംസനെ വിവരം അറിയിക്കുന്നു. കംസൻ വന്നു. പെൺകുഞ്ഞാണെങ്കിലും മറ്റു കുഞ്ഞുങ്ങളെ അടിച്ചു കൊന്നതുപോലെ കല്ലിൽ അടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ദേവി എന്ത് ചെയ്യുന്നു? ആകാശത്തേക്ക് ഉയർന്ന് 8 കരങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറഞ്ഞു, അരേ ദുരാചാര നൃശംസ കംസ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു, തവാന്തകൻ ഭൂമി തലേ ജനിച്ചു, ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക. അപ്പോൾ നീ എന്നോട് പരാക്രമം കാണിച്ചിട്ട് കാര്യമില്ല. നിന്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു. നീ വേണമെങ്കിൽ പെട്ടെന്ന് ചെന്ന് അന്വേഷിക്കുക. അങ്ങനെ
കംസൻ എന്ത് ചെയ്തു? തൻ്റെ ഭൃത്യന്മാരുമായിട്ട് ആലോചിച്ച് ഓരോരുത്തരെയായിട്ട് ഭഗവാനെ കൊല്ലുവാൻ വേണ്ടി ഗോകുലത്തിലേക്ക് അയക്കുന്നു. അപ്പോൾ അവർക്കെല്ലാം ആദ്യം അയക്കുന്ന പൂതനയാണ്, പിന്നെ ശകടാസുരൻ, തൃണാവർത്തൻ, അങ്ങനെ പല ആൾക്കാരെ അയക്കുന്നു. അവരെല്ലാം ഭഗവാൻ കൊല്ലുന്നു. ഭഗവാൻ ഇതെല്ലാം ഒരു ലീലയായിട്ട് ആണ് കരുതുന്നത്. അപ്പം അങ്ങനെ ഭഗവാൻ അനേകം ലീലകൾ ആടിയിട്ടുണ്ട്. ഇതുകൂടാതെ ഗോവർദ്ധന ഉദ്ധാരണം, അതുപോലെ കാളിയമർദ്ദനം, ഏറ്റവും രസകരമായതും ഏറ്റവും അത്ഭുതകരമായ രാസലീല, ഇങ്ങനെയൊക്കെ പലതും ആടി. അപ്പോൾ ഇതെല്ലാം ഭഗവാൻ എന്തിനാണ്? ഗോകുലവാസികളെ രക്ഷിക്കാനും, അതുപോലെ ഈ അസുരന്മാർക്ക്, ഭഗവാൻ വധിച്ച അസുരന്മാർക്കെല്ലാം മോക്ഷം കൊടുത്തു. പിന്നെ രാസലീല ആടിയത് അവരുടെ ശരീര ബോധം ഇല്ലാതാക്കാനും വേണ്ടിയാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്തത്. അതായത് ഇവരുടെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്തത്. ഇപ്പം ഭഗവാൻ അനേക രൂപങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും കൃഷ്ണാവതാരമാണ് പൂർണ്ണാവതാരം. മറ്റുള്ളതെല്ലാം അംശാവതാരവും അംശാംശാവതാരങ്ങളുമാണ്. കൃഷ്ണനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും കൃഷ്ണൻ്റെ മുഖം പ്രസന്നമായിട്ടിരിക്കും. നമ്മളാണെങ്കിലോ ചെറിയ കാര്യം വരുമ്പോൾ മുഖമൊക്കെ വീർപ്പിച്ച് വയ്ക്കും, അല്ലേ? അപ്പോൾ ഏത് പ്രശ്നത്തെയും പുഞ്ചിരിയോടെ നേരിടണം. ഒരിക്കലും ദുഃഖഭാവം കാണിക്കാൻ പാടില്ല. പിന്നെ കൃഷ്ണന്റെ ജീവിതം പരാതികളില്ലാത്ത ജീവിതമായിരുന്നു. കൃഷ്ണനെ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നമുക്കൊന്നും ഇത്രയും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കൃഷ്ണന്റെ ജനനം തന്നെ നോക്കുക. കംസന്റെ കൽത്തുറുങ്കിൽ ദേവകി വസുദേവന്റെ പുത്രനായി ജനിക്കുന്നു. പക്ഷെ വളരുന്നതോ ഗോകുലത്തിൽ യശോദയുടെയും നന്ദഗോപരുടെയും പുത്രനായി. അത് കഴിഞ്ഞ് കൃഷ്ണനെ കൊല്ലാൻ പൂതന തുടങ്ങിയ ഓരോരുത്തരായിട്ട് വരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ തന്നെ വധഭീഷണി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാജാക്കന്മാരുടെ വധശ്രമം, പിന്നെ തൻ്റെ അമ്മാവനായ കംസൻ തന്നെ വധിക്കാൻ ശ്രമിക്കുന്നു. അവസാനം തൻ്റെ കുലം തന്നെ നശിക്കുന്നു. അവസാന കാലത്ത് വേടന്റെ അമ്പുകൊണ്ടുള്ള മരണം. ഇതെല്ലാം സംഭവിച്ചിട്ടും കൃഷ്ണൻ എന്ത് വന്നാലും ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ഇതിനെല്ലാം നേരിട്ടത്. അവിടെ ഒരു പരാതിയും ആരോടും ഇല്ല. പിന്നെ കൃഷ്ണൻ സ്വയം മനസ്സിനെ ഉയർത്തുകയും മറ്റുള്ളവരുടെ മനസ്സിനെ ഉയർത്തുകയും ചെയ്തിരുന്നു. അതായത് അർജുനനെ ഗീതോപദേശത്തിലൂടെ അർജുനന്റെ മനസ്സിനെ ഉയർത്തി. അപ്പം അവിടെ അർജുനന്റെ മനസ്സിനെ മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിനെ ഉയർത്തുകയാണ്. ആ ഗീത പഠിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിനെ ഭഗവാൻ ഉയർത്തുകയാണ്. അതാണ് ഭഗവാൻ പറയുന്നത്, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേ ആത്മൈവ ഹി ആത്മനോ ബന്ധുർ ആത്മൈവരിപുരാത്മന. നമ്മുടെ മനസ്സിനെ നാം തന്നെ ഉയർത്തണം. മറ്റുള്ളവർക്ക് ഒരാളുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഗുരുക്കന്മാർക്കും ശാസ്ത്രത്തിനും വഴി പറഞ്ഞു തരാനേ കഴിയുകയുള്ളൂ. മനസ്സിനെ ഉയർത്താൻ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഭഗവാൻ ഉദ്ധവ ഉപദേശത്തിലൂടെ ഉദ്ധവരുടെയും അതുവഴി നമ്മളുടെ എല്ലാവരുടെയും മനസ്സിനെ ഉയർത്തി. അതുപോലെ എപ്പോഴും ഭഗവാൻ കർമ്മനിരതനായിരുന്നു. ഭഗവാൻ ഗീതയിൽ പറയും, നഹി കശ്ചിത് ക്ഷണമഭി ജാതു തിഷ്ടത്യകർമ്മകൃത്. കർമ്മം ചെയ്യാതെ ഒരു നിമിഷം പോലും ആർക്കും ഇരിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ എന്തിനാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്? യദ്യതാചരതി ശ്രേഷ്ഠ തത്തത് ഇതരോ ജനഃ. ശ്രേഷ്ഠന്മാർ എന്താചരിക്കുന്നുവോ അത് മറ്റുള്ളവർ അനുകരിക്കുന്നു. അപ്പോൾ ഞാൻ കർമ്മം ചെയ്യാതിരുന്നാൽ മറ്റുള്ളവരും കർമ്മം ചെയ്യാതിരിക്കും. അതുപോലെ ഏത് ജോലിയും ചെയ്യാൻ ഒരു മടിയുമില്ല. നമ്മുടെ ഈ കാലത്താണെങ്കിലോ
ഓരോ ജോലികൾ നോക്കി ആ ചെറിയ ജോലി കിട്ടിയാൽ നാണക്കേടാണ് പോകാൻ. പക്ഷെ കൃഷ്ണനാണെങ്കിലോ ഒരു ജോലി ചെയ്യാനും മടിയില്ല. അതായത് പാണ്ഡവരുടെ രാജസൂയം നടന്നപ്പോൾ കൃഷ്ണൻ ഏറ്റെടുത്ത ജോലി എന്താണ്? ബ്രാഹ്മണരുടെ കാല് കഴുകുന്ന ജോലിയാണ്. കൃഷ്ണന് ഒരു നാണക്കേടും അതിലില്ല. അപ്പം ഏത് ജോലിയും ശ്രേഷ്ഠമാണെന്ന് കരുതുന്നവനാണ്. അതുപോലെ മഹാഭാരത യുദ്ധത്തിലാണെങ്കിലോ അർജുനന്റെ തേരാളി പോലുമായി കൃഷ്ണൻ. അപ്പം അങ്ങനെ ഒരു ജോലി ചെയ്യാനും മടിയില്ല. പിന്നെ ഭഗവാൻ കൃഷ്ണൻ ലോകത്തെ മുഴുവനും തന്നിലേക്ക് ആകർഷിച്ചു. ഇപ്പോൾ ഗോപികമാർക്കെല്ലാം ഭഗവാനെ വലിയ ഇഷ്ടമായിരുന്നു. എല്ലാവരെയും ആകർഷിക്കത്തക്ക ഒരു സ്വഭാവ വിശേഷത കൃഷ്ണന് ഉണ്ടായിരുന്നു. ഇപ്പം ലൗകിക ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പം ലൗകിക ജീവിതം നമ്മൾ അനുഭവിക്കുക, പക്ഷേ മനസ്സിനെ ക്രമേണ ആത്മീയതയിലേക്ക് തിരിക്കുക. അതിന് തക്കവണ്ണം ഭൗതിക ജീവിതത്തെ ക്രമീകരിക്കുക. അപ്പോൾ നമ്മൾ ക്രമേണ ആത്മീയ ജീവിതത്തിലേക്ക് മനസ്സിനെ ഉയർത്തിക്കൊണ്ടിരിക്കണം എന്ന് കൃഷ്ണാവതാര കഥ നമുക്ക് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത് എപ്പോൾ സംഭവിക്കും? കൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിൽ അവതരിക്കണം. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? അന്ധകരണത്തെ ശുദ്ധമാക്കണം, സജ്ജീകരിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ പരമലക്ഷ്യം. ഇപ്പൊ കൃഷ്ണന്റെ അവതാര കഥ നമുക്ക് ഭഗവാൻ കൃഷ്ണനെ പോലെ ഭാരതീയ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നമ്മുടെ ജീവിതത്തെയും ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു അവതാര പുരുഷൻ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പം നാം എന്ത് ചെയ്യണം? ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുക. പരാതികളൊന്നും പറയാതെ, എന്ത് ദുഃഖം വന്നാലും എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹമാണ് എന്ന രീതിയിൽ പരാതി പറയാതെ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തി മനോധൈര്യം നഷ്ടപ്പെടാതെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ്. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി നാളിൽ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാക്കണം, നിത്യനായ ചിത്പ്രകാശ രൂപനെ വണങ്ങണം. കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആപദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. ആപദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. ആപദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.